Hey guys. I'm here in Tennel again. So ഇത് വർഷത്തെ അവസാനത്തെ ട്രിപ്പാണ് ഓഫ് കോഴ്സ് ബിക്കോസ് വി ആർ ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദ സീസൺസ് ആൻഡ് തെന്നൽ ഈസ് ഫുള്ളി പാക്ഡ്. എന്തോ ആയിക്കോട്ടെ, എന്തൊക്കെയാണെങ്കിലും ശരി, കാണുന്ന എല്ലാ സ്പീഷീസിനെയും മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ലെറ്റ്സ് സി, വി ഹാവ് 2 days. And the phone we are using today is Samsung S22 Ultra. എത്ര എണ്ണം നോക്കി. എഗെയിൻസ്റ്റ് ലൈറ്റ് ആണ്, പക്ഷേ ദോസ് ആർ പ്ലം ഹെഡഡ് പാരക്കീറ്റ്സ് എന്ന് തോന്നുന്നു. സിന്ധു ചേച്ചിൻ്റെ വീടൊക്കെ നല്ല സൂപ്പറാക്കി പുതുക്കി പണിത് വെച്ചിട്ടുണ്ട്. മോഡറേറ്റ് ക്ലൈമറ്റാണ്, 15-14 ടെമ്പറേച്ചർ ഉള്ളത്. പെട്ടെന്നൊരു ഹൈക്ക് എറണാകുളം കണ്ണൂർ കയറി വന്നതുകൊണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട്. കാടിങ്ങനെ നല്ല പൂത്ത് തളിർത്ത് കിടക്കുകയാണ്, ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട്. ഈ വെള്ള പൂക്കളുടെ ഇടയ്ക്ക് കാണുന്ന ഈ ഒരു ചെടിയില്ലേ, ഇത് നമ്മൾ കൊച്ചരിപ്പൂ എന്നൊക്കെ വിളിക്കുന്ന ലെൻഡാന എന്ന് പറയുന്ന സ്പീഷീസാണ്. ഒരുപാട് പക്ഷികളും പൂമ്പാറ്റകളൊക്കെ വന്നിരുന്ന് നമുക്കിത് നല്ല രസമായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ കാണുന്നൊരു സ്പീഷീസ് അല്ല കേട്ടോ. ഇവനൊരു ഇൻവേസീവ് ഐറ്റമാണ്. പുറമേ നിന്ന് വന്ന് നമ്മുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ചേക്കുന്ന കുറച്ച് അപകടകാരിയാണ് ആൾ. തീരെ വിസിബിലിറ്റി ഇല്ല. കാടിൻ്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അതാണ് ഏറ്റവും റിസ്ക്. നമുക്ക് എന്തിനെങ്കിലും കാട്ടിൽ കണ്ടാൽ പേടിക്കേണ്ടെന്നാണ് പറയുക. കാരണം വി നോ. പക്ഷേ കാഴ്ചയും ശബ്ദവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാട്ടിലേക്ക് കയറി പോകുന്നതാണ് ഏറ്റവും റിസ്ക് എന്ന് പറയാം. ഈ ഹാങ്ങിങ് ഫെൻസിൻ്റെയും ട്രെഞ്ചിൻ്റെയും ഈ ഒരു സൈഡ് 0 വിസിബിലിറ്റിയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കെട്ടിൻ്റെ മേളിൽ കയറണം. ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ രാജാവിനെ പോലെ നമുക്ക് നടക്കാം. അതൊരു ലക്കി ഷോട്ടായിരുന്നു. That's a plum head. Yes. നമ്മുടെ കൂട്ടിലെ കോഴിയാണ് വൈറ്റ് ബ്രസ്റ്റഡ് കിങ്ഫിഷർ. ഓറിയൻ്റൽ മാക്പേ റോബിനാണ് വണ്ണാത്തിപ്പുള്ള്. ഇത് ഇവിടെ സ്ഥിരമുള്ള ആളാണ്, വുഡ് ഷ്രൈക്കാണ്. നമ്മുടെ പ്രാവിൻ്റെ ചങ്ങാതിയാണ് അരിപ്രാവ്, സ്പോട്ടഡ് ഡവ് എന്ന് പറയും. ഇന്ന് ഒരുപാട് വിസിബിലിറ്റി ഉള്ളത് പ്ലം ഹെഡ് പാരക്കീറ്റ്സിനാണ് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കുറേ കളിക്കുന്നുണ്ട്, തിരിഞ്ഞ് മറയുന്നുണ്ട്. ഒരുപാട് വലിയ കൂട്ടം തന്നെയുണ്ട് ഇവിടെ. ഓറഞ്ച് ഹെഡഡ് ഗ്രൗണ്ട് ത്രഷാന്ന് വിചാരിച്ചത്, പക്ഷേ വേറെ ആരോ ആണ്. ഇവനെ ഒന്ന് കാര്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. That's it for the first morning.